അതിദരിദ്രരുടെ പട്ടികയിൽ വിട്ടുപോയവരെ കണ്ടെത്താൻ ഹെൽപ്പ് ലൈനുമായി സർക്കാർ. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാമെന്ന് തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കേന്ദ്രത്തിന്റെ അരിവിഹിതം കുറയില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. ഇനിയും അതിദരിദ്രർ സംസ്ഥാനത്തുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനാണ് ശ്രമം. ഇതിനുവേണ്ടിയാണ് ഹെൽപ്പ് ലൈൻ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരാളെയും വിട്ടുകളയാൻ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞു, ഇതിന്റെ തുടർ പ്രവർത്തനം ആസൂത്രണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നത്. ഒരു ഹെൽപ്പ് ലൈൻ ഗവൺമെന്റ് ആരംഭിക്കുകയാണ്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകില്ലെന്നും മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകുമ്പോൾ കേന്ദ്ര അരിവിഹിതം കുറയില്ലെന്നാണ് മന്ത്രി ജി.ആർ. അനിലിന്റെ ഉറപ്പ്. ഇതുവരെ ലഭിച്ചിരുന്ന അരിവിഹിതം നഷ്ടപ്പെട്ടു പോകും, നമ്മൾ നേടിയ നേട്ടത്തിൻ്റെ ഫലമായി എന്നൊരു പ്രചരണം പ്രതിപക്ഷം അഴിച്ചുവിടുന്നുണ്ട്. അത് വെറും പൊള്ളത്തരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുഖ്യ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാക്കി നിലനിർത്താൻ ജാഗ്രത പുലർത്താനാണ് സർക്കാർ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.